മിശിഹായിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, മോശയെക്കുറിച്ചുള്ള പഠനത്തിൻ്റെ മൂന്നാം ഭാഗമായി സീനായ് മലയിൽ ദൈവം ഇസ്രായേലുമായി ഉടമ്പടി ബന്ധം സ്ഥാപിച്ചതിനെക്കുറിച്ച് നമുക്കിന്ന് ചിന്തിക്കാം. ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്ന് ദൈവിക ഇടപെടലിലൂടെ വിമോചിതരായി യാത്ര തിരിച്ചിട്ട് 3 മാസങ്ങൾക്ക് ശേഷം ഇസ്രായേലിയർ സീനായ് മരുഭൂമിയിലെ മലയുടെ മുന്നിൽ പാളയമടിച്ചു. മോശ മുൻപ് കത്തുന്ന മുൾപ്പടർപ്പിൽ ദൈവത്തെ ദർശിച്ച അതേ പർവ്വതമായിരുന്നു അത്. വീണ്ടെടുത്ത ഒരു ജനതയുടെ നേതാവായിട്ടാണ് മോശ ഈ കുറി മടങ്ങി വന്നത്. ദൈവം മോശയെ സീനായ് മലയിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, ഈജിപ്തുകാരോട് ഞാൻ ചെയ്തത് എന്തെന്നും കഴുകന്മാരുടെ ചിറകുകളിൽ സംവഹിച്ച് ഞാൻ നിങ്ങളെ എങ്ങനെ എൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവന്നുവെന്നും നിങ്ങൾ കണ്ടു കഴിഞ്ഞു. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ വാക്ക് കേൾക്കുകയും എൻ്റെ ഉടമ്പടി പാലിക്കുകയും ചെയ്താൽ നിങ്ങൾ എല്ലാ ജനങ്ങളിലും വെച്ച് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സ്വന്തം ജനമായിരിക്കും. പുറപ്പാടിൻ്റെ പുസ്തകം 19-ാം അധ്യായം 4-5 വാക്യങ്ങൾ. ഈ ദിവ്യ വാഗ്ദാനം രക്ഷാചരിത്രത്തിൽ ഒരു പുതിയ ഘട്ടത്തിന് തുടക്കം കുറിച്ചു. ദൈവം അടിമകളെ രക്ഷിക്കുക മാത്രമല്ല ചെയ്തത്, ലോകത്തിൽ തൻ്റെ സാന്നിധ്യം നിലനിർത്താൻ ഒരു ജനതയെ അവിടുന്ന് രൂപപ്പെടുത്തുകയായിരുന്നു. ഇസ്രായേൽ തനിക്ക് ഒരു പുരോഹിത രാജ്യവും വിശുദ്ധ ജനവുമായിരിക്കുമെന്ന് ദൈവം അരുൾ ചെയ്തു. പുറപ്പാട് 19:6. മോശ ഇത് ജനങ്ങളെ അറിയിച്ചപ്പോൾ അവരെല്ലാവരും ഒരേ സ്വരത്തിൽ പ്രതികരിച്ചു, കർത്താവ് കൽപ്പിച്ചതെല്ലാം ഞങ്ങൾ ചെയ്തുകൊള്ളാം. പുറപ്പാട് 19:8. ദൈവവും തൻ്റെ ജനവും തമ്മിലുള്ള ഔപചാരിക ഐക്യം അങ്ങനെ ആരംഭിച്ചു. 3-ാം ദിവസം ആകാശത്ത് ഇടിയും മിന്നലും നിറഞ്ഞു. പർവ്വതങ്ങളിൽ ഒരു കട്ടിയുള്ള മേഘം ഇറങ്ങി. കാഹളനാദം കൂടുതൽ ഉച്ചത്തിൽ ഉയർന്നു. ദൈവം അഗ്നിയിൽ അതിലേക്ക് ഇറങ്ങിയപ്പോൾ സീനായ് പർവ്വതം കുലുങ്ങി. ഒരു ചൂളയെ പോലെ പുക ഉയർന്നു. ദൈവത്തെ എതിരേൽക്കാൻ മോശ ജനങ്ങളെ കൊണ്ടുവന്നു. അവർ പർവ്വതത്തിൻ്റെ അടിവാരത്തിൽ നിന്നു. കർത്താവിൻ്റെ ശബ്ദം മുഴങ്ങി. ജനങ്ങൾ ഭയഭക്തിയാൽ നിറഞ്ഞു. ഈ നാടകീയ ദർശനം ദൈവത്തിൻ്റെ ആകർഷിക്കുകയും കീഴടക്കുകയും ചെയ്യുന്ന വിശുദ്ധിയെ വെളിപ്പെടുത്തി. ദൈവത്തിൻ്റെ ശബ്ദം 70 ഭാഷകളായി വിഭജിക്കപ്പെട്ടിരുന്നുവെന്നാണ് യഹൂദ പണ്ഡിതന്മാരുടെ ഭാഷ്യം. അത് എല്ലാ ജനതകളിലേക്കും ദൈവത്തിൻ്റെ സന്ദേശം എത്തിച്ചേരുന്നതിൻ്റെ പ്രതീകമാണ്. ക്രിസ്തീയ പാരമ്പര്യപ്രകാരം ഈ സംഭവം പെന്തക്കോസ്തായെ സൂചിപ്പിക്കുന്നു. പരിശുദ്ധാത്മാവ് അഗ്നിയുടെ ഭാഷയിൽ ഇറങ്ങി വന്നപ്പോൾ മനുഷ്യഹൃദയങ്ങളിൽ സ്നേഹത്തിൻ്റെ നിയമം എഴുതപ്പെട്ടു. നടപടി പുസ്തകം അധ്യായം 2. സീനായ് അഗ്നിയും സെഹിയോൻ ശാലയിലെ തീനാളവും പഴയതും പുതിയതുമായ ഒരേ ദിവ്യ വെളിപ്പെടുത്തലിൻ്റെ നിമിഷങ്ങളായിരുന്നു. പെന്തക്കോസ്തായിൽ പരിശുദ്ധാത്മാവ് ശ്രദ്ധേയമായ ബാഹ്യ അടയാളങ്ങളോടെ ശിഷ്യന്മാരുടെ മേൽ ഇറങ്ങി വന്നു. പെട്ടെന്ന് ആകാശത്തു നിന്നുണ്ടായ കൊടുങ്കാറ്റടിക്കുന്നത് പോലുള്ള ശബ്ദം, അഗ്നിജ്വാലകൾ പോലുള്ള നാവുകൾ, ഭാഷാവരം എന്നിവ പ്രകടമായി. നടപടി പുസ്തകം 2-ാം അധ്യായം 2 മുതൽ 4 വരെ വാക്യങ്ങൾ. ഇവ സീനായ് മലയിലുണ്ടായ അസാധാരണ ദൈവിക വെളിപ്പെടുത്തലിന് സമാനമാണ്. അവിടെ ദൈവം ഇടിമുഴക്കം, മിന്നൽ, കട്ടിയുള്ള മേഘം, തീയ്, പുക, ഉച്ചത്തിലുള്ള കാഹളനാദം എന്നിവയിലൂടെ ഇസ്രായേലിന് തൻ്റെ സാന്നിധ്യം വെളിപ്പെടുത്തി. പുറപ്പാടിൻ്റെ പുസ്തകം 19-ാം അധ്യായം 16 മുതൽ 19 വരെ വാക്യങ്ങൾ. 2 സംഭവങ്ങളും കാറ്റിലൂടെയും അഗ്നിയിലൂടെയും അതിശക്തമായ ശബ്ദത്തിലൂടെയും ദിവ്യശക്തി പ്രകടിപ്പിക്കുന്നു. രണ്ടും ദൈവജനത്തെ നവമായൊരു ഉടമ്പടിയിലേക്ക് കൂട്ടിച്ചേർക്കുന്നു. രണ്ടും ദൈവജനത്തിൻ്റെ ആരംഭവും തനതായ ദൗത്യത്തിൻ്റെ തുടക്കം കുറിക്കലുമായിരുന്നു. സീനായിൽ ഇസ്രായേലിന് നിയമം ലഭിച്ചപ്പോൾ പെന്തക്കോസ്തിൽ സഭയ്ക്ക് പരിശുദ്ധാത്മാവിനെ ലഭിച്ചു. മേഘത്തിൻ്റെയും അഗ്നിയുടെയും നടുവിൽ നിന്ന് ദൈവം തൻ്റെ നിത്യ ധാർമ്മിക നിയമവും ദൈവമനുഷ്യ ബന്ധങ്ങളുടെ അടിസ്ഥാനവുമായ 10 കൽപ്പനകൾ നൽകി. 1. ഞാനല്ലാതെ നിങ്ങൾക്ക് അന്യ ദൈവങ്ങൾ ഉണ്ടാകരുത്. 2. നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ നാമം വൃഥായി ഉപയോഗിക്കരുത്. 3. കർത്താവിൻ്റെ ദിവസം വിശുദ്ധമായി ആചരിക്കണം. 4. നിങ്ങളുടെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കണം. 5. കൊല്ലരുത്. 6. വ്യഭിചാരം ചെയ്യരുത്. 7. മോഷ്ടിക്കരുത്. 8. നിങ്ങളുടെ അയൽക്കാരനെതിരെ കള്ളസാക്ഷ്യം പറയരുത്. 9. നിങ്ങളുടെ അയൽക്കാരൻ്റെ ഭാര്യയെ മോഹിക്കരുത്. 10. നിങ്ങളുടെ അയൽക്കാരൻ്റെ വസ്തുക്കൾ മോഹിക്കരുത്. ഈ കൽപ്പനകൾ വെറും വിലക്കുകളല്ല, മറിച്ച് ദൈവിക സ്നേഹത്തിൻ്റെ പ്രകടനങ്ങളായിരുന്നു. അവ മനുഷ്യർ ദൈവവുമായും പരസ്പരവും ശരിയായ ബന്ധത്തിൽ എങ്ങനെ ജീവിക്കണമെന്ന് കാണിക്കുന്നു. ഇടിമുഴക്കം കേട്ട് മിന്നൽ കണ്ടപ്പോൾ ജനങ്ങൾ വിറച്ചുകൊണ്ട് മോശയോട് പറഞ്ഞു, നീ തന്നെ ഞങ്ങളോട് സംസാരിച്ചാൽ മതി,
ഞങ്ങൾ കേട്ടുകൊള്ളാം. ദൈവം ഞങ്ങളോട് സംസാരിക്കാതിരിക്കട്ടെ, അവിടുന്ന് സംസാരിച്ചാൽ ഞങ്ങൾ മരിച്ചു പോകും. പുറപ്പാടിൻ്റെ പുസ്തകം 20-ാം അധ്യായം 19-ാം വാക്യം. മോശ മറുപടി പറഞ്ഞു, ഭയപ്പെടേണ്ട, നിങ്ങളെ പരീക്ഷിക്കുന്നതിനും പാപം ചെയ്യാതിരിക്കാൻ വേണ്ടി നിങ്ങളിൽ ദൈവഭയം ഉളവാക്കുന്നതിനുമായിട്ടാണ് ദൈവം വന്നിരിക്കുന്നത്. പുറപ്പാടിൻ്റെ 20-ാം അധ്യായം 20-ാം വാക്യം. പുറപ്പാട് 24-ന്റെ 4 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ നാം ഇപ്രകാരം വായിക്കുന്നു. മോശ കർത്താവിൻ്റെ വാക്കുകളെല്ലാം എഴുതി വെച്ചു. അവൻ അതിരാവിലെ എഴുന്നേറ്റ് മലയുടെ അടിവാരത്തിൽ ഒരു ബലിപീഠവും ഇസ്രായേലിലെ 12 ഗോത്രങ്ങൾക്കായി 12 സ്തംഭങ്ങൾ സ്ഥാപിച്ചു. അവൻ അയച്ച ഇസ്രായേൽ യുവാക്കന്മാർ കർത്താവിന് ദഹനബലികളും കാളകളെ കൊണ്ടുള്ള സമാധാന ബലികളും അർപ്പിച്ചു. മോശ ബലിയുടെ രക്തത്തിൽ പകുതി പാത്രങ്ങളിലാക്കുകയും പകുതി ബലിപീഠത്തിന്മേൽ തളിക്കുകയും ചെയ്തു. അനന്തരം ഉടമ്പടി ഗ്രന്ഥമെടുത്ത് ജനങ്ങൾ കേൾക്കെ വായിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, കർത്താവ് കൽപ്പിച്ചതെല്ലാം ഞങ്ങൾ ചെയ്യും, ഞങ്ങൾ അനുസരണയുള്ളവരായിരിക്കും. അപ്പോൾ മോശ രക്തമെടുത്ത് ജനങ്ങളുടെ മേൽ തെളിച്ചുകൊണ്ട് പറഞ്ഞു, ഈ വചനങ്ങളെല്ലാം ആധാരമാക്കി കർത്താവ് നിങ്ങളോട് ചെയ്ത ഉടമ്പടിയുടെ രക്തമാകുന്നു ഇത്. സീനായ് മലയിലെ ഈ ഉടമ്പടി വഴി വിശുദ്ധ ഉടമ്പടിയാൽ ദൈവവുമായി ബന്ധിതമായ ഒരു ജനതയായി ഇസ്രായേലിനെ സ്ഥാപിച്ചു. ലിഖിത നിയമം, യാഗം, രക്തം എന്നിവയിലൂടെ ആളുകൾ ദൈവവുമായി ഉടമ്പടി ബന്ധത്തിൽ പ്രവേശിച്ചു. ഈ ഉടമ്പടി വിശുദ്ധമാണെങ്കിലും കാൽവരിയിൽ ക്രിസ്തു തൻ്റെ സ്വന്തം രക്തത്തിലൂടെ സ്ഥാപിക്കുന്ന പൂർണ്ണമായ ഉടമ്പടിയുടെ ഒരു മുന്നോടി മാത്രമായിരുന്നു അത്. അങ്ങനെ സീനായ് ബലിപീഠം കുരിശിൻ്റെ ബലിപീഠത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു. അന്ത്യ അത്താഴവേളയിൽ ഈശോ അതേ വാക്കുകളാണ് ഉപയോഗിച്ചത്. ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്നതും ഉടമ്പടിയുടേതുമായ എൻ്റെ രക്തമാണ്. മത്തായി 26-28 വാക്യം. അങ്ങനെ സീനായിൽ ആരംഭിച്ചത് നിത്യ ഉടമ്പടിയുടെ പർവ്വതമായി മാറിയ കാൽവരിയിൽ പൂർത്തിയായി. ദൈവം മോശയെ വീണ്ടും സീനായ് മലയിലേക്ക് വിളിച്ചു. മലമുകളിൽ എൻ്റെ സമീപത്തേക്ക് കയറി വന്ന് കാത്തു നിൽക്കുക. ഞാൻ നിയമങ്ങളും കൽപ്പനകളും എഴുതിയ കൽപ്പലകകൾ നിനക്ക് തരാം. നീ അവ ജനങ്ങളെ പഠിപ്പിക്കണം. പുറപ്പാടിൻ്റെ 24-ാം അധ്യായം 12-ാം വാക്യം. പർവ്വതത്തെ മൂടിയ മേഘത്തിൽ മോശ പ്രവേശിച്ച് 40 ദിനരാത്രങ്ങൾ അവിടെ തുടർന്നു. അവിടെ അദ്ദേഹത്തിന് കൽപ്പലകകൾ മാത്രമല്ല, ആരാധനയ്ക്കും പൗരോഹിത്യത്തിനും കൂടാര നിർമ്മാണത്തിനുമുള്ള വിശദമായ നിർദ്ദേശങ്ങളും ലഭിച്ചു. കർത്താവിൻ്റെ മഹത്വം ദഹിപ്പിക്കുന്ന തീ പോലെ സീനായിൽ പ്രത്യക്ഷപ്പെട്ടു. മോശ തിരിച്ചു വന്നപ്പോൾ ദൈവവുമായി സംസാരിച്ചതിൻ്റെ തിളക്കമുള്ള പ്രകാശത്താൽ അവൻ്റെ മുഖം പ്രഭാപൂരിതമായിരുന്നു. അതിശക്തമായ പ്രകാശം ദർശിക്കുവാൻ ജനങ്ങൾ ഭയപ്പെട്ടതിനാൽ മോശ മൂടുപടം കൊണ്ട് മുഖം മറച്ചു. പുറപ്പാടിന് 34-ാം അധ്യായം 29 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾ. പരമ്പരാഗതമായി സീനായ് മല സീനായ് ഉപദ്വീപിലെ ജബൽ മൂസയാണെന്ന് കണക്കാക്കപ്പെടുന്നു. എന്നാൽ അറേബ്യയിലെ ജബൽ അൽ ലോസ് പോലുള്ള മറ്റ് സ്ഥലങ്ങളും സീനായ് മലയാണെന്ന് കരുതുന്നവരുണ്ട്. സീനായ്ക്ക് അടുത്തുള്ള പുരാതന ലിഖിതങ്ങളും പുരാവസ്തു അവശിഷ്ടങ്ങളും ആദ്യകാല സെമിറ്റിക് ആരാധനയുടെയും പാളയങ്ങളുടെയും തെളിവുകൾ കാണിക്കുന്നവയാണ്. പുരാതന കാലത്ത് സുസെറൈനുകൾ എന്ന് വിളിക്കപ്പെടുന്ന ശക്തരായ രാജാക്കന്മാർ തങ്ങളെ ഭരിച്ചിരുന്ന ചെറിയ രാഷ്ട്രങ്ങളുമായി ഉടമ്പടികൾ ഉണ്ടാക്കിയിരുന്നു. ഈ കരാറുകളിൽ രാജാവിൻ്റെ നിയമങ്ങൾ, അനുസരണത്തിനുള്ള പ്രതിഫലങ്ങൾ, നിയമങ്ങൾ ലംഘിക്കുന്നതിനുള്ള ശിക്ഷകൾ എന്നിവ രേഖപ്പെടുത്തിയിരുന്നു. രാജാവിനോട് വിശ്വസ്തത പുലർത്തുമെന്ന ആളുകളും അവരെ സംരക്ഷിക്കുമെന്ന് രാജാവും വാഗ്ദാനം ചെയ്തിരുന്നു. സീനായ് മലയിൽ ദൈവം ഇസ്രായേലുമായി ഉണ്ടാക്കിയ ഉടമ്പടി ഇതിന് സമാനമാണ്. എന്നാൽ ഇവ തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ദൈവം അധികാരമോ നിയന്ത്രണമോ തേടുന്ന ഒരു മനുഷ്യ ഭരണാധികാരിയല്ല. ദൈവിക ഉടമ്പടി ആധിപത്യത്തിൽ നിന്നല്ല, സ്നേഹത്തിൽ നിന്നാണ് വരുന്നത്. ദൈവം ഇസ്രായേലിനെ തിരഞ്ഞെടുത്തത് അവരുടെ ശക്തി കൊണ്ടല്ല, മറിച്ച് അവരോടുള്ള സ്നേഹത്തെ പ്രതിയും അവരെ നയിക്കാനും അനുഗ്രഹിക്കാനും അവരുടെ ഇടയിൽ തൻ്റെ സ്വന്തം ജനമായി വസിക്കാനും ആഗ്രഹിച്ചതുകൊണ്ടാണ്. അതിനാൽ സീനായ് ഉടമ്പടി ഒരു പുരാതന ഉടമ്പടി പോലെ കാണപ്പെടുന്നുണ്ടെങ്കിലും അതിൻ്റെ ചൈതന്യം കരുതലുള്ള ഒരു പിതാവും മക്കളും തമ്മിലുള്ള സ്നേഹബന്ധം പോലെ തികച്ചും വ്യത്യസ്തമാണ്. ദൈവത്തിൻ്റെ കരം അഥവാ വിരൽ കൊണ്ടാണ് 10 കൽപ്പനകൾ രേഖപ്പെടുത്തിയത് എന്ന് ബൈബിൾ പറയുമ്പോൾ ന്യായപ്രമാണം മനുഷ്യൻ്റെ ചിന്തയിൽ നിന്നോ പരിശ്രമത്തിൽ നിന്നോ അല്ല, ദൈവത്തിൽ നിന്ന് തന്നെ നേരിട്ട് വന്നതാണെന്ന് വ്യക്തമാക്കുന്നു. അതിനാൽ ഈ കൽപ്പനകൾ ദൈവികവും പരമപ്രധാനവുമാണ്. ഇബ്രായ പാരമ്പര്യത്തിൽ ദൈവത്തിൻ്റെ വിരൽ കർത്താവിൻ്റെ സ്വന്തം സൃഷ്ടിപരവും ശക്തവുമായ പ്രവർത്തനത്തെ സൂചിപ്പിക്കുന്നു. അത് പ്രപഞ്ചത്തെ രൂപപ്പെടുത്തിയ, ഈജിപ്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ച,
ചരിത്രത്തിലൂടെ തൻ്റെ ജനത്തെ നയിച്ച അതേ ശക്തിയാണ് അതിന് പിന്നിലെന്ന് വ്യക്തമാക്കുന്നു. പിന്നീട് യേശു അതേ പ്രയോഗം ഉപയോഗിച്ചു. ദൈവകരം കൊണ്ടാണ് ഞാൻ പിശാചുക്കളെ പുറത്താക്കുന്നതെങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു. ലൂക്കോസിൻ്റെ 11-ാം അധ്യായം 20-ാം വാക്യം. സൃഷ്ടിയിലും പുറപ്പാടിലും 10 കൽപ്പനകൾ നൽകുന്നതിലും പ്രവർത്തിക്കുന്ന ദൈവിക ശക്തി ക്രിസ്തുവിൽ വെളിപ്പെടുത്തിയ അതേ ദിവ്യശക്തിയാണെന്ന് ഇത് പ്രകടമാക്കുന്നു. അവിടുന്ന് കല്ലിൽ എഴുതുന്നതിന് പകരം മനുഷ്യഹൃദയങ്ങളിൽ എഴുതിയ പുതിയ ഉടമ്പടി കൊണ്ടുവന്നു. സീനായ് സംഭവം പെസഹ കഴിഞ്ഞ് 50 ദിവസങ്ങൾക്ക് ശേഷം മതാൻ തോറ അഥവാ നിയമം നൽകൽ എന്ന പേരിൽ യഹൂദർ ആഘോഷിക്കുന്നു. ഇസ്രായേൽ ദൈവവുമായി ഉടമ്പടിയിൽ ഏർപ്പെടുകയും അവിടുത്തെ കൽപ്പനകൾ സ്വീകരിക്കുകയും ചെയ്ത ദിവസത്തിൻ്റെ സന്തോഷകരമായ ഓർമ്മയാണിത്. ക്രിസ്തീയ പാരമ്പര്യത്തിൽ ഈസ്റ്ററിന് 50 ദിവസങ്ങൾക്ക് ശേഷം പെന്തക്കോസ്തായിൽ ഇത് പൂർത്തീകരിക്കപ്പെടുന്നു. അന്ന് പരിശുദ്ധാത്മാവ് അപ്പസ്തോലന്മാരുടെ മേൽ ഇറങ്ങി വസിച്ചു. ഇസ്രായേലിനായി കൽപ്പനകളിൽ നിയമം എഴുതിയതുപോലെ ഇപ്പോൾ ആത്മാവ് മനുഷ്യ ഹൃദയങ്ങളിൽ ദൈവത്തിൻ്റെ നിയമം എഴുതുകയും ക്രിസ്തുവിൻ്റെ പുതിയ ഉടമ്പടി പ്രകാരം സഭയെ രൂപപ്പെടുത്തുകയും ചെയ്യുന്നു. ഇസ്രായേലുമായുള്ള ദൈവത്തിൻ്റെ ഉടമ്പടിയുടെ അടയാളമായ 10 കൽപ്പനകളുടെ ഫലകങ്ങൾ സൂക്ഷിക്കുന്ന ഒരു വിശുദ്ധ പെട്ടകമായിരുന്നു ഉടമ്പടിയുടെ പെട്ടകം. അത് അതിവിശുദ്ധ സ്ഥലത്ത് സൂക്ഷിച്ചിരുന്നത് ജനത്തിനിടയിൽ ദൈവത്തിൻ്റെ തിരുസാന്നിധ്യത്തെ പ്രകടമാക്കി. പെട്ടകം എവിടെ പോയാലും കർത്താവ് അവരോടൊപ്പം ഉണ്ടെന്നും അവരെ നയിക്കുന്നുവെന്നും അത് ഇസ്രായേലിനെ ഓർമ്മിപ്പിച്ചു. കത്തോലിക്ക വീക്ഷണത്തിൽ ഉടമ്പടി പെട്ടകം പുതിയ ഉടമ്പടിയുടെ പെട്ടകമെന്ന് വിളിക്കപ്പെടുന്ന പരിശുദ്ധ മറിയത്തെ മുൻനിഴലാക്കുന്നു. കൽപ്പലകകളിൽ എഴുതിയ ദൈവവചനം പെട്ടകത്തിൽ വഹിച്ചതുപോലെ മാതാവ് തൻ്റെ ഉദരത്തിൽ ജീവനുള്ള ദൈവവചനമായ യേശുക്രിസ്തുവിനെ സമ്മതിച്ചു. ദൈവസാന്നിധ്യം ഉണ്ടായിരുന്നതിനാലാണ് പെട്ടകം വിശുദ്ധമാക്കപ്പെട്ടത്. അതുപോലെ ദൈവപുത്രനെ സംബന്ധിച്ചതിനാലാണ് മാതാവ് അതിവിശുദ്ധയായത്. അങ്ങനെ നിയമപെട്ടകം പരിശുദ്ധ മാതാവിലേക്കും വിരൽ ചൂണ്ടുന്നു. മോശ 40 ദിനരാത്രങ്ങൾ സീനായി മലയിലായിരുന്നു. അവൻ മടങ്ങി വരാൻ വൈകിയത് കണ്ട് ജനം അസ്വസ്ഥരായി. അവർ അഹ്റോനെ സമീപിച്ച് പറഞ്ഞു, ഞങ്ങളെ നയിക്കാൻ വേഗം ദേവന്മാരെ ഉണ്ടാക്കി തരിക. ഞങ്ങളെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന മോശ എന്ന മനുഷ്യൻ എന്ത് സംഭവിച്ചുവെന്ന് ഞങ്ങൾക്ക് അറിവില്ല. പുറപ്പാട് 32:1. അവരുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയ അഹ്റോൻ ജനങ്ങളിൽ നിന്ന് സ്വർണ്ണാഭരണങ്ങൾ ആവശ്യപ്പെട്ടു. അവർ തങ്ങളുടെ കാതുകളിൽ നിന്ന് സ്വർണ്ണവളയങ്ങൾ ഊരി അഹ്റോൻ്റെ മുമ്പിൽ കൊണ്ടുചെന്നു. അവർ അവ വാങ്ങി മോശയിൽ ഉരുക്കി ഒരു കാളക്കുട്ടിയെ വാർത്തെടുത്തു. അപ്പോൾ അവർ വിളിച്ചു പറഞ്ഞു, ഇസ്രായേലേ, ഇതാ ഈജിപ്തിൽ നിന്നും നിന്നെ കൊണ്ടുവന്ന ദേവന്മാർ. പുറപ്പാട് 32:3-4 വാക്യങ്ങൾ. അവർ ഒരു യാഗപീഠം പണിത് വഴിപാടുകൾ കഴിച്ചും തിന്നും കുടിച്ചും വിഗ്രഹത്തിന് മുമ്പിൽ നൃത്തം ചെയ്തും ഉത്സവം ആഘോഷിച്ചു. പുറപ്പാട് 32:4-6 വരെ വാക്യങ്ങൾ. മനുഷ്യഹൃദയത്തിന് ദൈവാനുഗ്രഹത്തെ എത്ര വേഗത്തിൽ മറക്കാൻ കഴിയുമെന്ന് ഈ ദാരുണമായ രംഗം വെളിപ്പെടുത്തി. ആപ്പിസ് ദേവനുമായി ബന്ധപ്പെട്ട ഈജിപ്ഷ്യൻ മതപ്രകാരം ഫലഭൂയിഷ്ഠതയുടെയും ശക്തിയുടെയും പ്രതീകമായിരുന്നു കാളക്കുട്ടി. ദൈവം മോചിപ്പിച്ച വിജാതീയ വിഗ്രഹാരാധനയിലേക്കാണ് അവർ മടങ്ങിയത്. ചെങ്കടൽ പിളർന്ന് തങ്ങളെ ദൈവം രക്ഷിച്ചത് നേരിട്ട് അനുഭവിച്ച ജനം ഇപ്പോൾ സ്വന്തം കൈകൾ കൊണ്ട് നിർമ്മിച്ച വിഗ്രഹത്തെ ആരാധിച്ചു. യഹൂദ പാരമ്പര്യം മറ്റൊരു വ്യാഖ്യാനം നൽകുന്നുണ്ട്. അതായത് സ്വർണ്ണക്കാളക്കുട്ടി യഹോവയെ മാറ്റിസ്ഥാപിക്കാനല്ല, മറിച്ച് പ്രതിനിധാനം ചെയ്യാനായിരുന്നു. എന്നാൽ അപ്രകാരം ദൈവത്തിൻ്റെ പ്രതിമ നിർമ്മിക്കുന്നത് 1-ാം പ്രമാണത്തിനെതിരായിരുന്നു. അദൃശ്യനായ ദൈവത്തിന് ദൃശ്യമായി രൂപം നിർമ്മിക്കാൻ ശ്രമിച്ചതുവഴി ഇസ്രായേലർ അവിടുത്തെ കൽപ്പന ലംഘിക്കുകയും ദൈവത്തെ വിലയിടിച്ച് ചിത്രീകരിക്കുകയും യഥാർത്ഥ ആരാധനയെ മനുഷ്യഭാവനയാൽ രൂപപ്പെടുത്തിയ വിഗ്രഹാരാധനയാക്കി മാറ്റുകയും ചെയ്തു. സീനായിൽ മലയിൽ വെച്ച് ദൈവം മോശയോട് പറഞ്ഞു, ഉടനെ താഴേക്ക് ചെല്ലുക. നീ ഈജിപ്തിൽ നിന്നും കൂട്ടിക്കൊണ്ടുവന്ന നിന്റെ ജനം തങ്ങളെ തന്നെ ദുഷിച്ചിരിക്കുന്നു. ഞാൻ നിർദ്ദേശിച്ച മാർഗത്തിൽ നിന്ന് അവർ പെട്ടെന്ന് വ്യതിചലിച്ചിരിക്കുന്നു. പുറപ്പാടിൻ്റെ 32-ാം അധ്യായം 7-8 വാക്യങ്ങൾ. കോപാകുലനായ കർത്താവ് മോശയോട് അരുൾ ചെയ്തു, ഇവർ ദുശ്ശാഠ്യക്കാരായ ഒരു ജനമാണെന്ന് ഞാൻ കണ്ടു കഴിഞ്ഞു. അതിനാൽ എന്നെ തടയരുത്. എൻ്റെ ക്രോധം ആളിക്കത്തി അവരെ വിഴുങ്ങിക്കളയട്ടെ. എന്നാൽ നിന്നിൽ നിന്ന് ഒരു വലിയ ജനതയെ ഞാൻ പുറപ്പെടുവിക്കും. പുറപ്പാട് 32:9-10 വാക്യങ്ങൾ. എന്നാൽ തൻ്റെ ജനത്തോട് അനുകമ്പ തോന്നിയ മോശ അവർക്ക് വേണ്ടി കർത്താവിനോട് യാചിച്ചു, കർത്താവേ, വലിയ ശക്തിയോടും കരബലത്തോടും കൂടി അങ്ങ് തന്നെ ഈജിപ്തിൽ നിന്നും പുറത്തു കൊണ്ടുവന്ന അങ്ങയുടെ ജനത്തിനെതിരെ അവിടുത്തെ ക്രോധം ജ്വലിക്കുന്നതെന്ത്? മലകളിൽ വെച്ച് കൊന്നുകളയുന്നതിനും മുഖത്തു നിന്നും തുടച്ചു മാറ്റുന്നതിനുമുള്ള ദുരുദ്ദേശത്തോടു കൂടിയാണ്
അവൻ അവരെ കൊണ്ടുപോയത് എന്ന് ഈജിപ്തുകാർ പറയാൻ ഇടവരുത്തുന്നത് എന്തിന്? അവിടുത്തെ ഉഗ്രകോപം കൈവടിയണമേ. അങ്ങയുടെ ജനത്തിനെതിരായുള്ള തീരുമാനത്തിൽ നിന്നും പിന്മാറണമേ. പുറപ്പാടിൻ്റെ 32-ാം അധ്യായം 11-12 വാക്യങ്ങൾ. ദൈവനീതിക്കും മനുഷ്യപാപത്തിനും ഇടയിൽ നിൽക്കുന്ന ഒരു യഥാർത്ഥ മധ്യസ്ഥനായിട്ടാണ് മോശയെ നാം ഇവിടെ കാണുക. അവൻ്റെ പ്രാർത്ഥന ദൈവത്തിൻ്റെ ഹൃദയത്തെ ത്രസിപ്പിച്ചു. പുറപ്പാട് 32:14 പറയുന്നു, തൻ്റെ ജനത്തിനെതിരായുള്ള തീരുമാനത്തിൽ നിന്നും അവിടുന്ന് പിന്മാറി. ഇസ്രായേലിന് വേണ്ടി മോശ നടത്തിയ മധ്യസ്ഥത മറ്റുള്ളവർക്ക് വേണ്ടി ദൈവമുമ്പാകെ പ്രാർത്ഥിക്കുന്നതിൻ്റെ ശക്തിയെ പ്രകടമാക്കുന്നു. ആളുകൾ പാപം ചെയ്തപ്പോഴും മോശ ധൈര്യത്തോടും അനുകമ്പയോടും പ്രാർത്ഥിച്ചു. അപ്പോൾ ദൈവം കരുണയോടെ പ്രതികരിച്ചു. പാപത്തിൽ നിബന്ധിക്കുന്നവർക്ക് വേണ്ടി നമുക്കും ദൈവിക തിരുമുമ്പാകെ മധ്യസ്ഥം വഹിക്കുവാൻ കഴിയും. അതുപോലെ മറ്റുള്ളവർക്ക് നമുക്കും വേണ്ടി പ്രാർത്ഥിക്കാനും സാധിക്കും. മോശയുടെ ത്യാഗപൂർവമായ യാചന പരിപൂർണ മധ്യസ്ഥനായ ക്രിസ്തുവിനെ മുൻനിഴലാക്കുന്നു. കൂടാതെ ദൈവമുമ്പാകെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധരുടെയും മധ്യസ്ഥത തേടുന്ന നമ്മുടെ രീതിയെ ഇത് സ്ഥിരീകരിക്കുന്നു. അവരുടെ സ്വർഗീയ മധ്യസ്ഥത നമ്മുടെ പ്രാർത്ഥനകളെ ശക്തിപ്പെടുത്തുകയും ദൈവത്തിൻ്റെ കരുണയിലേക്കും രക്ഷാകരമായ സ്നേഹത്തിലേക്കും നമ്മെ ആഴത്തിൽ നയിക്കുകയും ചെയ്യുന്നു. മോശ വലയിൽ നിന്നും ഇറങ്ങി പാളയത്തെ സമീപിച്ചപ്പോൾ സ്വർണ്ണ കാളക്കുട്ടിയെയും മതിപറന്ന ആഘോഷത്തിൽ നൃത്തം ചെയ്യുന്ന ആളുകളെയും കണ്ടു. അവരുടെ പാപം അവൻ്റെ ഉള്ളിൽ കോപം ജ്വലിപ്പിച്ചു. ഉടമ്പടി ലംഘിച്ചതിൻ്റെ അടയാളമായി അവൻ താൻ വഹിച്ചിരുന്ന കൽഫലകകൾ പർവ്വതത്തിൻ്റെ അടിവാരത്ത് എറിഞ്ഞു തകർത്തു. തുടർന്ന് അവർ ഉണ്ടാക്കിയ കാളക്കുട്ടിയുടെ വിഗ്രഹമെടുത്ത് തീയിലിട്ട് ചുട്ട് നേർത്ത പൊടിയാക്കി വെള്ളത്തിൽ കലർത്തി ഇസ്രായേലിനെ അവരുടെ വിഗ്രഹാരാധനയുടെ കയ്പും ലജ്ജയും അനുഭവിക്കുന്നതിന് വേണ്ടി അത് കുടിപ്പിച്ചു. മോശ അഹ്റോനോട് ചോദിച്ചു, നീ ഈ ജനത്തിൻ്റെ മേൽ ഇത്ര വലിയൊരു പാപം വരുത്തി വയ്ക്കാൻ അവർ നിന്നോട് എന്ത് ചെയ്തു? പുറപ്പാട് 32:21. അഹ്റോൻ തൻ്റെ സഹോദരൻ്റെ കോപം ശമിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് സ്വയം ന്യായീകരിച്ചു. അങ്ങയുടെ കോപം ജ്വലിക്കാതിരിക്കട്ടെ. ഈ ജനത്തിന് തിന്മയിലേക്കുള്ള ചായ്വ് അങ്ങേക്ക് അറിവുള്ളതാണല്ലോ. അവർ എന്നോട് പറഞ്ഞു, ഞങ്ങളെ നയിക്കാൻ ഞങ്ങൾക്ക് ദേവന്മാരെ ഉണ്ടാക്കി തരിക. എന്നാൽ ഈജിപ്തിൽ നിന്നും ഞങ്ങളെ കൊണ്ടുവന്ന മോശ എന്ന മനുഷ്യന് എന്ത് സംഭവിച്ചുവെന്ന് ഞങ്ങൾക്കറിവില്ല. ഞാൻ പറഞ്ഞു, സ്വർണം കൈവശമുള്ളവർ അത് കൊണ്ടുവരട്ടെ. അവർ കൊണ്ടുവന്നു. ഞാനത് തീയിലിട്ടു. അപ്പോൾ ഈ കാളക്കുട്ടി പുറത്തു വന്നു. പുറപ്പാട് 32:22 മുതൽ 24 വരെ വാക്യങ്ങൾ. അഹ്റോന്റെ മറുപടി അവൻ്റെ ഭയവും ബലഹീനതയും വെളിപ്പെടുത്തി. ജനങ്ങളെ വഴിതെറ്റിച്ചതിൻ്റെ ഉത്തരവാദിത്തം സ്വയം ഏറ്റെടുക്കുന്നതിന് പകരം കുറ്റം അവൻ ജനത്തിൻ്റെ മേൽ ചുമത്തി. മോശയോട് അഹ്റോൻ പറയുന്ന ഒഴികഴിവ് നമ്മെ പഠിപ്പിക്കുന്നത് ഭയവും മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നതും നമ്മെ ശരിയായവ ചെയ്യുന്നതിൽ നിന്നും അകറ്റുമെന്നാണ്. ഉറച്ചു നിൽക്കുന്നതിന് പകരം അഹ്റോൻ ജനങ്ങളുടെ മുമ്പിൽ കീഴടങ്ങി. തുടർന്ന് കാളക്കുട്ടി തീയിൽ നിന്ന് പുറത്തു വന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചു. ആളുകളെ ഭയപ്പെടുന്നതിന് പകരം ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് ധീരതയോടെ ദൈവകൽപ്പയ്ക്ക് അനുസരിച്ച് വ്യാപരിക്കാനും പരാജയപ്പെടുമ്പോൾ ഉത്തരവാദിത്തം ഏറ്റെടുക്കാനും ആത്മാർത്ഥ ഹൃദയത്തോടെ ദൈവത്തിലേക്ക് മടങ്ങാനും ഇത് നമ്മെ പഠിപ്പിക്കുന്നു. മോശ പാളയത്തിൻ്റെ പ്രവേശന കവാടത്തിൽ നിന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞു, കർത്താവിൻ്റെ പക്ഷത്തുള്ളവർ എൻ്റെ അടുത്തേക്ക് വരട്ടെ. മറുപടിയായി ലേവി ഗോത്രം അവൻ്റെ ചുറ്റും കൂടി. മറ്റാരും വന്നില്ല. മോശയിലൂടെ ലഭിച്ച ദൈവകൽപ്പന അനുസരിച്ചുകൊണ്ട് ലേവ്യർ വാളെടുത്ത് പാളയത്തിൽ ഉടനീളം സഞ്ചരിച്ച് വിഗ്രഹാരാധന നടത്തിയവരുടെ മേൽ ന്യായവിധി നടപ്പാക്കി. ആ ദിവസം 3000-ഓളം പേർ കൊല്ലപ്പെട്ടു. കുടുംബ ബന്ധങ്ങൾക്കുപരി കർത്താവിനോട് അവർ തീക്ഷ്ണത പ്രകടിപ്പിച്ചതിനാൽ അവരെ പുരോഹിതന്മാരായി നിയോഗിക്കുകയും ദൈവത്തിൽ നിന്നും അവർക്ക് പ്രത്യേക അനുഗ്രഹം വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. പുറപ്പാട് ഘട്ടത്തിൽ 3000 പേർ വിഗ്രഹാരാധന നിമിത്തം മരിച്ചു. പഴയ ഉടമ്പടി പ്രകാരം പാപികളെ എത്ര ഗൗരവമായി വിധിച്ചിരുന്നുവെന്ന് ഇത് കാണിക്കുന്നു. എന്നാൽ പുതിയ നിയമത്തിലെ പെന്തക്കോസ്താ ദിനത്തിൽ പുതിയ ഉടമ്പടിയുടെ ഭാഗമായി പരിശുദ്ധാത്മാവിൻ്റെ കരുണയും ശക്തിയും പ്രകടമാക്കിക്കൊണ്ട് പത്രോസിൻ്റെ പ്രസംഗത്തിലൂടെ 3000 പേർ മാനസാന്തരപ്പെട്ടു. ഒരിക്കൽ ന്യായവിധിയെ അടയാളപ്പെടുത്തിയ അതേ സംഖ്യ ഇപ്പോൾ രക്ഷയെ അടയാളപ്പെടുത്തി. പിറ്റേന്ന് ജനങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കാൻ മോശ വീണ്ടും മലമുകളിലേക്ക് പോയി. അവൻ കർത്താവിനോട് കേണപേക്ഷിച്ചു, അവിടുന്ന് കനിഞ്ഞ് അവരുടെ പാപം ക്ഷമിക്കണം, അല്ലെങ്കിൽ അവിടുന്ന് എഴുതിയിട്ടുള്ള പുസ്തകത്തിൽ നിന്ന് എൻ്റെ പേര് മായ്ച്ചു കളഞ്ഞാലും. പുറപ്പാട് 32:32. പാപികൾക്ക് വേണ്ടി സ്വന്തം ജീവൻ അർപ്പിച്ച ക്രിസ്തുവിൻ്റെ ആത്മത്യാഗത്തെയാണ് ഈ മധ്യസ്ഥത മുൻനിഴലാക്കുന്നത്. ഓരോ വ്യക്തിയും സ്വന്തം പാപത്തിന് ഉത്തരവാദിയാകുമെന്ന് കർത്താവ് മോശയോട് അരുൾ ചെയ്തു. പാപം ചെയ്തയാൾ മാത്രമേ തൻ്റെ പുസ്തകത്തിൽ നിന്നും അയക്കപ്പെടുകയുള്ളൂ.
തുടർന്ന് തൻ്റെ ദൂതൻ അവരുടെ മുമ്പിൽ പോകുമെന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് വാഗ്ദത്ത ദേശത്തേക്ക് ജനങ്ങളെ നയിക്കാൻ മോശയോട് ദൈവം കൽപ്പിച്ചു. എന്നാൽ ദിവ്യനീതി അതിൻ്റെ സമയത്ത് നടപ്പാകുമെന്നും വ്യക്തമാക്കി. അഹ്റോന്റെ നേതൃത്വത്തിൽ അവർ നിർമ്മിച്ച സ്വർണ്ണ കാളക്കുട്ടിയുടെ ശിക്ഷയായി കർത്താവ് ജനത്തിൻ്റെ മേൽ ഒരു മഹാമാരി അയച്ചു. പുറപ്പാട് 32-35. പിന്നീട് ഒരു ദൂതൻ മാത്രമല്ല, ദൈവം തന്നെ അവരോടൊപ്പം പോകണമെന്ന് മോശ അപേക്ഷിച്ചു. ദൈവസാന്നിധ്യം മാത്രമേ ഇസ്രായേലിനെ മറ്റെല്ലാ ജനതകളിൽ നിന്നും വ്യത്യസ്തരാക്കൂ എന്ന് അവൻ പ്രസ്താവിച്ചു. മോശയുടെ മധ്യസ്ഥതയും സൗഹൃദവും കണ്ട് പ്രചോദിതനായ കർത്താവ് തൻ്റെ അപേക്ഷ അനുവദിച്ചുകൊണ്ട് അവരോടൊപ്പം പോകാമെന്ന് വാഗ്ദാനം ചെയ്തു. പുറപ്പാടിൻ്റെ 33-12 വരെ വാക്യങ്ങൾ. പിന്നെ മോശ ധീരമായ ഒരു അഭ്യർത്ഥന കൂടി നടത്തി. അങ്ങയുടെ മഹത്വം എനിക്ക് കാണിച്ചു തരണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. പുറപ്പാട് 33-18. ദൈവം പറഞ്ഞു, നീ എൻ്റെ മുഖം കണ്ടുകൂടാ, എന്തെന്നാൽ എന്നെ കാണുന്ന ഒരു മനുഷ്യനും ജീവനോടെ ഇരിക്കുകയില്ല. പുറപ്പാട് 33-20. മോശയെ ഒരു പാറയുടെ വിള്ളലിൽ നിർത്തിയിട്ട് കർത്താവിൻ്റെ മഹത്വം കടന്നുപോയി. അവിടുത്തെ മുഖമല്ല, മറിച്ച് അവിടുത്തെ പിൻഭാഗമാണ് മോശ ദർശിച്ചത്. ആർക്കും ദൈവത്തിൻ്റെ സത്ത പൂർണ്ണമായി കണ്ടുകൊണ്ട് ഈ ലോകത്തിൽ ജീവിക്കാനാവില്ലെന്നതിൻ്റെ പ്രതീകമാണിത്. ഈ അടുപ്പമുള്ള കൂടിക്കാഴ്ച ദൈവത്തിൻ്റെ അതീന്ദ്രിയതയെയും ആർദ്രതയെയും വെളിപ്പെടുത്തി. ദൈവം മോശയോട് 2 പുതിയ കൽപ്പലകകൾ വെട്ടിയെടുത്ത് വീണ്ടും പർവ്വതത്തിലേക്ക് കയറാൻ കൽപ്പിച്ചു. കർത്താവ് ഒരു മേഘത്തിൽ ഇറങ്ങി വന്ന് തൻ്റെ വിശുദ്ധ നാമം പ്രഖ്യാപിച്ചു. കർത്താവ് കാരുണ്യവാനും കൃപാനിധിയുമായ ദൈവം, കോപിക്കുന്നതിൽ വിമുഖൻ, സ്നേഹത്തിലും വിശ്വസ്തതയിലും അത്യുദാരൻ, തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും ക്ഷമിച്ചുകൊണ്ട് ആയിരങ്ങളോട് കരുണ കാണിക്കുന്നവൻ, എന്നാൽ കുറ്റവാളിയുടെ നേരെ കണ്ണടയ്ക്കാതെ പിതാക്കന്മാരുടെ കുറ്റങ്ങൾക്ക് മക്കളെയും മക്കളുടെ മക്കളെയും 3-4 തലമുറയോളം ശിക്ഷിക്കുന്നവൻ. പുറപ്പാട് 34-6-7 വരെ വാക്യങ്ങൾ. ഈ ദൈവിക വെളിപ്പെടുത്തൽ പഴയ നിയമത്തിലെ ഏറ്റവും പവിത്രമായ പ്രഖ്യാപനങ്ങളിൽ ഒന്നാണ്. ഇത് ഇസ്രായേലിൻ്റെ ആരാധനയുടെയും പ്രാർത്ഥനയുടെയും അടിസ്ഥാനമായി മാറി. ദൈവത്തിൻ്റെ കരുണയുടെ ശാശ്വത ഉറപ്പായി സങ്കീർത്തനങ്ങളിലും പ്രവാചകന്മാരിലും ഇത് ആവർത്തിച്ചു. ദൈവസാന്നിധ്യത്താൽ മോശ 40 ദിനരാത്രങ്ങൾ തിന്നുകയോ കുടിക്കുകയോ ചെയ്യാതെ മലമുകളിൽ തുടർന്നു. പുതിയ കൽപ്പലകകളുമായി അവൻ പർവ്വതത്തിൽ നിന്നും ഇറങ്ങി വന്നപ്പോൾ അവൻ്റെ മുഖം അത്യുജ്വല പ്രകാശത്താൽ തിളങ്ങി. ആളുകൾ അവനെ സമീപിക്കാൻ ഭയപ്പെട്ടു. അതിനാൽ അവൻ അവരോട് സംസാരിക്കാൻ മുഖം മറച്ചു. ദൈവസാന്നിധ്യത്തിൽ മാത്രം അത് നീക്കം ചെയ്തു. കർത്താവിൻ്റെ പുനഃസ്ഥാപിക്കപ്പെട്ട ഉടമ്പടിയെ ഈ മഹത്വം പ്രതിഫലിപ്പിച്ചു. പരാജയത്തിന് ശേഷവും അത് കൂടുതൽ തിളക്കമുള്ളതായി. ശക്തിയുടെയും ഫലഭൂയിഷ്ഠതയുടെയും ദിവ്യശക്തിയുടെയും അടയാളമായി മെമ്പസിൽ ആദരിക്കപ്പെട്ട ഈജിപ്ഷ്യൻ കാളക്കുട്ടിയായ ആപ്പീസിനെ അനുസ്മരിപ്പിക്കുന്ന തരത്തിലാണ് സ്വർണ്ണക്കാളക്കുട്ടിയെ നിർമ്മിച്ചത്. ഈജിപ്തിലും കാനാനിലും സ്വർണ്ണക്കാളക്കുട്ടിയുടെ രൂപങ്ങൾ പുരാതന വസ്തു ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ട്. അത്തരം പ്രതീകങ്ങൾ സാധാരണമായിരുന്നുവെന്ന് ഇത് സൂചിപ്പിക്കുന്നു. ഈജിപ്തിലെ ദീർഘകാല വാസത്താൽ സ്വാധീനിക്കപ്പെട്ട ഇസ്രായേല്യർ ദൈവത്തിൻ്റെ ശക്തി കാളക്കുട്ടിയെ ദൃശ്യരൂപത്തിൽ കാണിക്കുന്നതിനുള്ള ഒരു മാർഗമായി കണ്ടിരിക്കാം. സത്യദൈവത്തിൽ വിശ്വസിക്കുന്നവരുടെ ഹൃദയങ്ങളിൽ പോലും വിഗ്രഹാരാധന എത്ര എളുപ്പത്തിൽ പ്രവേശിക്കുമെന്ന് ഇത് വ്യക്തമാക്കുന്നു. ഉടമ്പടി ലംഘിക്കപ്പെടുമ്പോൾ അത് രേഖപ്പെടുത്തിയ ഫലകങ്ങൾ പൊട്ടിക്കുന്നത് പുരാതന ഉടമ്പടി ആചാരങ്ങളുടെ ഭാഗമായിരുന്നു. ദൈവജനത്തിൻ്റെ അവിശ്വസത ഉണ്ടായിരുന്നിട്ടും അവരുടെ ബന്ധം പുനഃസ്ഥാപിക്കാനുള്ള ദൈവത്തിൻ്റെ തീരുമാനത്തെ പുതിയ കൽഫലകകൾ പ്രതീകപ്പെടുത്തി. യഹൂദ പാരമ്പര്യം മോശയെ പരമോന്നത മധ്യസ്ഥനായി ബഹുമാനിക്കുന്നു. ഇസ്രായേലിൻ്റെ പാപമോചനത്തിന് പ്രായശ്ചിത്തമായി അദ്ദേഹം 40 ദിവസം ഉപവസിച്ചുവെന്നും ദൈവം അതിന് അനുകൂലമായി പ്രതികരിച്ചുവെന്നും ബിദ്രാഷ് പഠിപ്പിക്കുന്നു. അതുകൊണ്ടാണ് പാപപരിഹാര ദിനം അഥവാ യോം കിപ്പൂർ ഈ സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്. വിശുദ്ധ അഗസ്റ്റിൻ, വിശുദ്ധ അംബ്രോസ് തുടങ്ങിയ ക്രിസ്തീയ പിതാക്കന്മാർ ദൈവത്തിൻ്റെ മലയിലേക്ക് കയറുന്ന മോശയെ പാപികൾക്ക് കരുണ ലഭിക്കുന്നതിന് കാൽവരി മല കയറിയ മധ്യസ്ഥനായ ക്രിസ്തുവിൻ്റെ പ്രതിരൂപമായിട്ടാണ് കണ്ടത്. തകർന്ന ഫലകങ്ങൾ മനുഷ്യവർഗം ലംഘിച്ച നിയമത്തെ സൂചിപ്പിക്കുന്നു. പുതിയ ഫലകങ്ങളാകട്ടെ പാപം നശിപ്പിച്ചതിനെ പുനഃസ്ഥാപിച്ച ക്രിസ്തുവിൻ്റെ കൃപയെ കാണിക്കുന്നു. മോശയുടെ തിളങ്ങുന്ന മുഖം താബോർ മലയിലെ യേശുവിൻ്റെ രൂപാന്തരീകരണത്തെ മുൻനിഴലാക്കി. അവിടെ ദൈവത്തിൻ്റെ മഹത്വം പുറത്തു നിന്നല്ല പ്രതിഫലിച്ചത്, മറിച്ച് ദൈവപുത്രൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ പ്രസരിച്ചു. നമുക്ക് ഈ ഭാഗത്തു നിന്നുള്ള സന്ദേശങ്ങളെ എന്ന് നോക്കാം. ഒന്ന്, ദൈവം രക്ഷയ്ക്കായി മാത്രമല്ല കൂട്ടായ്മയ്ക്കായും നമ്മെ വിളിക്കുന്നു. ദൈവം തൻ്റെ ജനത്തെ രക്ഷിക്കുന്നത് അവരെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കാൻ മാത്രമല്ല, അവരെ താനുമായുള്ള കൂട്ടായ്മയിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി കൂടിയാണ്.
യഥാർത്ഥ ക്രിസ്തീയത സ്വാതന്ത്ര്യമോ സ്വയംഭരണമോ അല്ല, മറിച്ച് ആരാധനയിലും വിശുദ്ധിയിലും ദൈവത്തിനും മറ്റുള്ളവർക്കും സ്നേഹനിർഭരമായ സ്നേഹത്തിൽ ജീവിക്കുവാനുള്ള ആഹ്വാനമാണ്. 2. കൽപ്പനകൾ പ്രായോഗികമായി ദൈവത്തിൻ്റെ സ്നേഹമാണ്. 10 കൽപ്പനകൾ വെറും വിലക്കല്ല, മറിച്ച് ശരിയായ ആരാധനയ്ക്കും ശരിയായ ബന്ധങ്ങൾക്കും വേണ്ടിയുള്ള ദൈവത്തിൻ്റെ വിശ്വസനീയമായ പാതയാണ്. അനുസരണത്തിലൂടെയാണ് നമുക്ക് ആനന്ദം ലഭ്യമാകുന്നത്. 3. ദൈവസന്നിധിയിൽ നാം അക്ഷമരാകുമ്പോഴാണ് വിഗ്രഹാരാധന ആരംഭിക്കുക. മോശ വലയിൽ നിന്നും വരാൻ വൈകിയതിനാൽ ആളുകൾ അക്ഷമരായപ്പോഴാണ് സ്വർണ്ണക്കാളക്കുട്ടിയെ നിർമ്മിച്ചത്. ക്ഷമയില്ലായ്മ അവരെ ദൈവത്തിന് ഒരു വ്യാജ പകരക്കാരനെ സൃഷ്ടിക്കാൻ പ്രേരിപ്പിച്ചു. ഇതിന് വിപരീതമായി യഥാർത്ഥ വിശ്വാസം കാത്തിരിക്കാനും വിശ്വാസത്തോടെ ആരാധിക്കാനും, ദൈവം നിശബ്ദനാണെന്ന് തോന്നുമ്പോഴും അവൻ്റെ മുൻകാല വിശ്വസ്തതയെ ഓർമ്മിക്കാനും നമ്മെ പഠിപ്പിക്കുന്നു. 4. ദൈവത്തിൻ്റെ കരുണ നമ്മുടെ പരാജയത്തെക്കാൾ വലുതാണ്. മോശയുടെ മധ്യസ്ഥത ക്രിസ്തുവിൻ്റെ മുന്നേടലാണ്. തകർന്ന കൽഫലകകൾ മാറ്റി എഴുതപ്പെട്ടു. മോശയുടെ മുഖം വീണ്ടും പ്രഭാപൂരിതമായി. സഭയിൽ കുമ്പസാരവും ദിവ്യകാരുണ്യവും നമ്മെ പാപാവസ്ഥയിൽ നിന്നും നവീകരിക്കാൻ സഹായിക്കുന്നു. നമുക്കൊരു പ്രാർത്ഥനയോടെ അവസാനിപ്പിക്കാം. സീനായിലെ ദൈവവും കാൽവരിയിലെ രക്ഷകനുമായ കർത്താവേ, അങ്ങ് അങ്ങേയ്ക്കായി ഒരു ജനത്തെ രൂപപ്പെടുത്തി ജീവൻ നൽകുന്ന നിയമത്തിലൂടെ അങ്ങ് സംസാരിച്ചു. മേഘത്തിലും അഗ്നിയിലും അങ്ങയുടെ മഹത്വം വെളിപ്പെടുത്തി. അങ്ങേ കൽപ്പനകൾ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ രേഖപ്പെടുത്തണമേ. ഞങ്ങൾ അക്ഷമരാകുമ്പോൾ വിഗ്രഹാരാധനയിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കുക. സത്യാരാധനയുടെ കൃപ ഞങ്ങൾക്ക് നൽകണമേ. പുതിയ ഉടമ്പടിയുടെ ദാതാവായ ക്രിസ്തുവിൻ്റെ മധ്യസ്ഥത്തിലൂടെ അങ്ങയുടെ പ്രകാശം ഞങ്ങളുടെ മുഖങ്ങളിൽ പ്രകാശിക്കട്ടെ. അങ്ങുമായുള്ള ഉടമ്പടിയിൽ നിരന്തരം വിശ്വസ്തരായി നിലനിൽക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.